ചിക്കൻ കറിയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഉണ്ടാക്കാൻ അറിയില്ല. അങ്ങനെയാണെങ്കിൽ ദേ ഞാനൊരു സിമ്പിൾ ചിക്കൻ കറി കാണിച്ചു തരാം. അപ്പോൾ ദേ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് മാരിനേറ്റഡ് ചിക്കനാണ്. നിങ്ങൾ മാരിനേറ്റഡ് ചിക്കൻ എടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം നമ്മൾ ദേ ഈ കാണിക്കുന്ന മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് തൈരോ തക്കാളിയോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പക്ഷെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് യോഗട്ടാണ്. അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തു. പിന്നെ ഇത് കഴിഞ്ഞ് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് നോക്കുക. എന്നിട്ട് നന്നായിട്ട് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ആ ഒരു നമ്മളൊരു 5 മിനിറ്റോ 10 മിനിറ്റോ സെറ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ഉപ്പ് പിടിച്ചാലാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്കിതിൽ ആകെ കൂടിയിട്ട് ആവശ്യമുള്ളത് കുറച്ച് സബോളയാണ്. അപ്പോൾ നിങ്ങളുടെ തിക്നെസ് ഗ്രേവിയുടെ തിക്നെസ് നിങ്ങൾക്ക് എങ്ങനെ വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സബോള അരിയുക. ഞാനൊരു 4 എണ്ണം അരിഞ്ഞത് എന്നിട്ട് ദേ ചൂട് ഓയിലിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ ഒരു പരുവാകുമ്പോൾ നിങ്ങൾക്ക് അത് എടുക്കാം. എന്നിട്ട് ആ ഓയിലിലേക്ക് തന്നെ എനിക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ജീരകം ഇടുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ദേ ഈ ചിക്കനും ഈ ഒരു സബോളയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മൂടി വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കളറായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ലീവ് ചെയ്യാം. പച്ചവെള്ളം പക്ഷേ ഒഴിക്കരുത്. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡി. ചപ്പാത്തിക്കോ പത്തിരിക്കോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല രസമായിരുന്നു. വേഗം കഴിയും. ഒരു 20-25 മിനിറ്റ് മാക്സിമം. അപ്പോൾ ഓക്കെ, ബൈ.